ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫ്രഞ്ച് കമ്പനി ദസാൾട്ട്. ഫ്രഞ്ച് വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും പിന്നാലെ ലോകമെമ്പാടുമുള്ള റഫാൽ യുദ്ധവിമാനത്തിന്റെ ഏറ്റവും വലിയ ഓപ്പറേറ്റർമാരിൽ ഒരാളായി ഇന്ത്യ ഉയർന്നു വരുമെന്ന് ദസാൾട്ട് ഏവിയേഷൻ ഇപ്പോൾ പ്രവചിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയിൽ ഇതിനകം തന്നെ 36 റഫാലുകൾ സജ്ജീകരിക്കുകയും ഇന്ത്യൻ നാവികസേനയ്ക്ക് 26 റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾക്ക് അടുത്തിടെ അനുമതി നൽകുകയും ചെയ്തതോടെ ഇന്ത്യയുടെ റഫേൽ ഗണ്യമായ വളർച്ചയ്ക്കൊരുങ്ങുകയാണ്. ഇന്ത്യയിലേക്കുള്ള കൂടുതൽ റഫേൽ കയറ്റുമതിയുടെ സാധ്യതയാണ് ദസയുടെ ശുഭാപ്തി വിശ്വാസത്തെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. 114 മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ IAFന്റെ ആവശ്യകത നിറവേറ്റുന്നതിനായി ഇന്ത്യയിൽ റഫേൽ ജെറ്റുകൾ നിർമ്മിക്കാനാണ് കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ നീക്കം ഇന്ത്യയെ റഫേലിന്റെ ഒരു പ്രധാന വിപണിയായി സ്ഥാപിക്കും. ഇന്ത്യയിൽ റഫേൽ നിർമ്മാണം ആരംഭിക്കുകയാണെങ്കിൽ ഈ യുദ്ധവിമാനത്തിന്റെ ആഗോള കയറ്റുമതിയിൽ ദസാൾട്ടിന്റെ മുൻനിര സ്ഥാനം ശക്തിപ്പെടും. നിലവിൽ ഇന്ത്യയിൽ 36 റഫേൽ ജെറ്റുകൾ IAFൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. നാവികസേനയ്ക്ക് വേണ്ടി 26 റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുമുണ്ട്. MRFA കരാർ തുടരുകയാണെങ്കിൽ ഇന്ത്യയുടെ റഫാൽ 176 ജെറ്റുകളായി വികസിക്കും. താരതമ്യം ചെയ്യുമ്പോൾ ഫ്രഞ്ച് വ്യോമസേനയ്ക്ക് ഏകദേശം 185 റഫേലുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഫ്രഞ്ച് നാവികസേന 46 റഫേലുകൾ ഇപ്പോൾ സേവനത്തിലുമുണ്ട്. ഇപ്പോൾ ദസാൾട്ട് പറയുന്നത് 2040ഓടെ ഇന്ത്യൻ നാവികസേന ഫ്രഞ്ച് നാവികസേനയെ മറികടന്ന് റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ഏറ്റവും വലിയ ഓപ്പറേറ്ററായി മാറുമെന്നാണ്. 31 അധിക റാഫേൽ ജെറ്റുകൾക്ക് സാധ്യതയുള്ള ഓർഡറുകൾ ലഭിച്ചാൽ ഇന്ത്യക്ക് 200 റാഫേൽ യൂണിറ്റുകൾ മറികടക്കാനാവും. ഈ 31 റാഫേൽ ജെറ്റുകൾക്ക് കൂടി ഓർഡർ ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തം റാഫേൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 200 കവിയും. നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിനായി 57 മൾട്ടി റോൾ കോമ്പാക്ട് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനാണ് ഇന്ത്യൻ നാവികസേന ആദ്യം പദ്ധതിയിട്ടിരുന്നത്. അത് പിന്നീട് TED-BF പ്രോഗ്രാം മൂലം 26 യൂണിറ്റായി ചുരുങ്ങി. ഇന്ത്യയിൽ റാഫേലിന്റെ പ്രാദേശിക ഉൽപാദനം ആരംഭിച്ചാൽ നാവികസേനയുടെ പ്രതീക്ഷയിലാണ് ദസാൾട്ട്. ഇന്ത്യയിൽ റാഫേൽ കപ്പലിന്റെ തുടർച്ചയായ വിപുലീകരണം അതിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും മേഖലയിലെ തന്ത്രപരമായ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.